മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നേ മുക്കാ മാറ്റം ആണെന്ന്. ശബ്ദത്തിലും സംസാര രീതിയിലും ശരീരഭാഷയിലും വരെ അടിമുടി മാറ്റം. ആരെപ്പറ്റിയാണെന്നോ? ഇതാ കണ്ടു നോക്കി. ലൈൻ മുമ്പ് തന്നെ വഴുക്കി വെച്ച് നിർത്തി പോയതാണല്ലോ. ഒരു സിൽവർ ലൈൻ പോയാൽ നമ്മൾ 100 ഗോൾഡൻ ലൈൻ കൊണ്ടുവരൂല്ലേ, അതും മാനത്തൂടെ. അതുകൊണ്ട് അത് വിട്. അല്ല, ശബ്ദത്തിനൊക്കെ എന്താ ഒരു മാറ്റം? ഒരു മര്യാദയുടെ സ്വരമാണല്ലോ പുറപ്പെടുവിക്കുന്നത്. പൊതുജനങ്ങളോട് എങ്ങനെ സംസാരിക്കാം എന്നതാണ് ഇപ്പോൾ പാർട്ടി ക്ലാസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയമെന്ന് തോന്നുന്നു. കാരണം അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയില്ല. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്നായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത്. സത്യത്തിൽ നിങ്ങളെയൊക്കെ ഈ അവസ്ഥയിൽ കാണുന്നതിലൂടെ ഞങ്ങളൊക്കെ എത്ര ഖിന്നരാകുന്നുണ്ടെന്ന് മാസ്റ്റർക്ക് അറിയാമോ? എങ്ങനെ ചാടിക്കടിക്കാൻ നിന്ന് നെകളിച്ച പുള്ളികളാ ഇപ്പൊ ലോ പിച്ചിൽ കിടന്ന് എഴയുന്നത്. കേരളത്തിന്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത കഷ്ടം. 25 വർഷം കഴിയുമ്പോഴുള്ള കേരളത്തിന്റെ വികസനം എങ്ങനെ ഇരിക്കുമെന്ന് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് വോട്ട് എത്രണ്ണം കിട്ടും എന്ന കാര്യത്തിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. 25 വർഷം കഴിയുമ്പോഴുള്ള കേരളമല്ല, 5 വർഷം കൂടെ കഴിയുമ്പോൾ പാർട്ടി ഉണ്ടാകുമോ എന്ന ചിന്തയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത്. അതൊക്കെ പോട്ടെ. ഇനി നമ്മൾ പാലക്കാട്ടു നിന്ന് തിരുവനന്തപുരത്തെത്തി തുരുതുരാന്ന് ചൂടപ്പവും വിറ്റിട്ട് ബാക്കി സമയം ലുലു മാളിൽ എങ്ങനെ കറങ്ങും സഖാവേ? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മഞ്ഞക്കുറ്റി നാട്ടാൻ ചെലവായ പൈസ നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ട് കൊടുക്കുന്നതല്ലേ മാന്യത? എന്തോ മാന്യത എന്നാൽ എന്താണെന്നോ? ശരിയാണല്ലോ, അതറിയാൻ വഴിയില്ലല്ലോ. അത് ഈ മത്തൻ പൂവിൻ്റെ കൂടെ വേലിച്ചീരയും കൂടെ ചേർത്ത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഒരുതരം കൂട്ടാൻ്റെ പേരാ മാന്യത. പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. അല്ല, ഇത് ഞങ്ങളുടെ മാസ്റ്റർ അല്ല. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് 50 ചോദ്യം തിരിച്ചു നിരത്തി അതിനെ ഉത്തരമാക്കി വ്യാഖ്യാനിക്കുന്ന, പറയുന്നത് എന്താണെന്ന് സ്വയം പോലും മനസ്സിലാകാതെ അന്തം വിട്ട് ക്യാപ്സ്യൂളുകൾ തള്ളിയിറക്കുന്ന, അസ്ഥാനം നോക്കി പല്ലിളിക്കുന്ന, മാൻഡ്രേക്കിനെ അവസരം കിട്ടുമ്പോഴെല്ലാം പുകഴ്ത്താൻ മറക്കാത്ത, ഇഷ്ടഭാവമായ പുച്ഛം മുഖത്ത് യഥേഷ്ടം പൂശിയ മാസ്റ്ററെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു രസമില്ല സഖാവെ കേൾക്കാൻ. മാറ്റിപ്പിടി. മര്യാദയുടെ ശബ്ദം നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. ഹോ, എന്നാലും അധികാരം കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സംസാര രീതിക്കുണ്ടാകുന്ന ഒരു വ്യത്യാസമേ നമ്മളെ ഒരു രീതിക്കത് പറ്റുന്നതല്ല എന്നാ തോന്നുന്നു. ഏതായാലും ആഹാ, ഇതിനും മാറ്റം വന്നോ? നിന്ന് സംസാരിക്കാൻ സൗകര്യം പോരെങ്കിൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന പാവം പിടിച്ച മൈക്കിൻ്റെ പെടലിയും ഒടിച്ച് സംഘാടകരെ ചീത്തയും വിളിച്ച് വേണ്ടി വന്നാൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനവും നടത്തുന്നതായിരുന്നല്ലോ രീതി. അങ്ങനെ ദാസൻ വിജയനായി. നല്ല വ്യത്യാസമുണ്ട്. ഏതായാലും ജനങ്ങളുടെ മരുന്ന് ഏറ്റിട്ടുണ്ട്. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊരു കൂടുപോലെ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പ്രായത്തിൽ ഇത്ര ബുദ്ധിമുട്ടി ഇനിയും ജനസേവനത്തിന് വേണ്ടി കൊതിക്കണോ സഖാവേ? വീട്ടിലിരുന്നൂടെ? വേണ്ടത്ര സൗകര്യം വീട്ടിലുണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ. യുവാക്കൾക്ക് അവസരം കൊടുത്തുകൂടെ ഇനിയെങ്കിലും? നമ്മളെ ഒരു രീതിക്കത് പറ്റുന്നതല്ല എന്നാ തോന്നുന്നു. ഏതായാലും ഒരു ചിരിയൊക്കെ എവിടുന്നോ വഴിതെറ്റി ഇടയ്ക്ക് മുഖത്ത് വരുന്നുണ്ട്. പണ്ടേ ആ PR ടീമിൻ്റെ ബുദ്ധിയിലെങ്കിലും ഈ ചിരി ഉദിച്ചിരുന്നെങ്കിൽ 10 വോട്ട് കൂടുതൽ കിട്ടിയേനെ. എങ്കിലും 40 വണ്ടി 400 പോലീസും വിട്ടൊഴിഞ്ഞപ്പോഴേ ഒരു മനുഷ്യനിലുണ്ടായ മാറ്റം. ഏതായാലും അസൗകര്യത്തിനിടയിലും പ്രസംഗിച്ചത് പുതിയ വിജയനായതുകൊണ്ടാണ് കേട്ടോ. പഴയ ദാസനായിരുന്നെങ്കിൽ പകുതിക്ക് വെച്ച് എപ്പോഴേ നിർത്തിപ്പോയേനെ. എല്ലാം വിധിയുടെ വിളയാട്ടം. അതാരാ അവിടെ നിന്ന് വിളയാടുന്നത്? പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, നീ രാഗാ റെയിൽ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. അതെന്തോന്നാ തോമാച്ചായ രാഗാ റെയിൽ? ഓ, രാഹുൽ ഗാന്ധി. ഇപ്പോഴും ആ പഴയ മിടുക്കിനൊന്നും കുറവില്ല. നാട്ടുകാർക്ക് ആവശ്യമുള്ള കറൻസിയൊക്കെ കേന്ദ്ര സർക്കാരിന് അച്ചടിച്ചു കൊടുക്കാൻ വയ്യെന്ന് ചോദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലേ? നാട്ടുകാർക്ക് 80 രൂപയ്ക്ക് കോഴിയെ വിതരണം ചെയ്ത മഹാനല്ലേ? റെയിൽപാതയ്ക്ക് നിന്ന നിപ്പിലൊക്കെ പേരിടൽ അച്ചായന് നിസാരം. അതോ കേരളത്തിലുള്ളവരെല്ലാം ഇനി ഈ കാറെടുത്ത് തെക്ക് ഇവിടെ ഓടണോ? കാറെടുത്ത് തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ഒക്കെ ഓടുന്നത് അവിടെ നിൽക്കട്ടെ ചായ.
VD സതീശൻ റദ്ദാക്കിയ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചല്ലേ അച്ചായൻ ഈ വാചാലനാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്പ്രസ് ഹൈവേ വരുന്നതിനെ പറ്റി ഇവിടെ ഒരു ആലോചന വന്നപ്പോഴേ കേരളത്തിനെ രണ്ടായി മുറിക്കുന്നേ എന്നും പറഞ്ഞ് കൊടിയും പിടിച്ച് നാട്ടിൽ അഴിഞ്ഞാടിയ സഖാക്കളെ അച്ചായൻ ഓർക്കുന്നുണ്ടോ? ഓർക്കാൻ സാധ്യതയില്ല. കേരളത്തില് ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. കേരളത്തിന് അതിവേഗ റെയിൽ വേണ്ടെന്നൊന്നും ഇവിടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യണം. നാട്ടുകാരുടെ അടുക്കളയിൽ കൂടിയല്ല ട്രെയിൻ ഓടേണ്ടത്. ഏകാധിപതി സ്വപ്നം കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടത്തേണ്ടത്. ഞങ്ങൾക്ക് തുറന്ന മനസ്സുള്ളൂന്ന്. അയ്യോ, തുറന്ന മനസ്സ് മാത്രമല്ല, തുറന്ന പോക്കറ്റും ഏതു നേരവും മാറാൻ തയ്യാറായി നിൽക്കുന്ന തുറന്ന കൈകളും ഉണ്ട്. ചിന്താഗതി മാത്രം അടഞ്ഞതാണെന്നേ ഉള്ളൂ. നാട്ടുകാരുടെ നെഞ്ചിൽ കുറ്റിയടിച്ചിട്ട് അതിവേഗം ഇവിടെ പായാൻ ആർക്കും താല്പര്യമില്ല. അച്ചായൻ ജെല്ല്. അതിനെക്കുറിച്ച് അറിയാവുന്നവർ കൃത്യമായ രീതിയിൽ അതങ്ങ് ചെയ്തോളും. ഇത്രയും നാൾ വിണ്ടാതിരുന്ന ഓരോന്നൊക്കെ ശബ്ദവും ശരീരഭാഷയും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഇതെവിടെ ചെന്ന് നിൽക്കുമോ എന്തോ.